പസഫിക് ആകാശത്ത് ഇപ്പോൾ മുഴങ്ങുന്നത് ഒരു പുതിയ ശക്തിയുടെ ഗർജനമാണ്. അമേരിക്കയുടെ അജയ്യ വ്യോമാധിപത്യത്തെ നേരിട്ട് വെല്ലുവിളിച്ച് ചൈനയുടെ J-20 മൈറ്റി ഡ്രാഗൺ യുദ്ധവിമാനങ്ങൾ അതിവേഗത്തിൽ ആകാശം കീഴടക്കുകയാണ്. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറക്കുന്ന ഈ സ്റ്റെൽത്ത് ഭീകരൻ വരാനിരിക്കുന്ന ലോക സൈനിക സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകശക്തികൾ. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അതിവേഗത്തിൽ ചൈന തങ്ങളുടെ വ്യോമശക്തി നവീകരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയുടെ തദ്ദേശീയ സ്റ്റെൽത്ത് ഫൈറ്ററായ ജെഗ്ഡു J-20 മൈറ്റി ഡ്രാഗൺ ഒരു പുതിയ യുദ്ധതന്ത്ര യുഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അമേരിക്കയുടെ F-22, F-35 എന്നീ അജയ്യമായ വിമാനങ്ങൾക്ക് വെല്ലുവിളിയായി ചൈന വികസിപ്പിച്ചെടുത്ത J-20 ഇന്ന് ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുകയാണ്. കേവലം ഒരു യുദ്ധവിമാനം എന്നതിനപ്പുറം ചൈനയുടെ സൈനികമായ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി J-20 മാറുമ്പോൾ ലോകത്തെ പ്രതിരോധ വിദഗ്ധർ ഇതിനെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉപഗ്രഹ ചിത്രങ്ങളും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും നൽകുന്ന സൂചനകൾ ഞെട്ടിക്കുന്നതാണ്. ചൈന തങ്ങളുടെ J-20 വിമാനങ്ങളുടെ നിർമ്മാണം 10 മടങ്ങ് വേഗതയിലാക്കിയിരിക്കുന്നു. ജെങ്ഡുവിൽ ഉൾപ്പെടെയുള്ള അതീവ സുരക്ഷയുള്ള ഫാക്ടറികളിൽ പുതിയ അസംബ്ലി ലൈനുകൾ പ്രവർത്തനക്ഷമമായതോടെ പ്രതിവർഷം ഡസൻ കണക്കിന് ജെറ്റുകളാണ് പുറത്തിറങ്ങുന്നത്. 2024 തുടക്കത്തിൽ ഏകദേശം 200 വിമാനങ്ങൾ ഉണ്ടായിരുന്ന ഈ കപ്പൽപ്പട ഇന്ന് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ നിർമ്മാണ ശൈലിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഈ ഇൻഡസ്ട്രിയൽ സ്കെയിൽ ഒരുപക്ഷെ വരും വർഷങ്ങളിൽ ചൈനീസ് സ്റ്റെൽത്ത് വിമാനങ്ങളുടെ എണ്ണത്തിൽ ലോകത്ത് ഒന്നാമതെത്തിച്ചേക്കാം. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ കരുത്തും ചൈനയുടെ നിർമ്മാണ മികവും സംയോജിക്കുന്ന J-20 പ്രോഗ്രാം ഏഷ്യൻ ആകാശത്ത് പുതിയൊരു ശക്തി സമവാക്യം രചിക്കുകയാണ്. ദശകങ്ങളോളം ലോകോത്തരമായ റഷ്യൻ എഞ്ചിൻ ഡിസൈനുകളെയും ഏവിയേഷൻ വിദ്യകളെയും ആശ്രയിച്ചിരുന്ന ചൈന അടിത്തറയിൽ നിന്നുകൊണ്ട് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത WS-10, WS-15 എഞ്ചിനുകൾ J-20 പ്രോഗ്രാമിന്റെ ചരിത്രപരമായ വിജയമായി വിലയിരുത്തപ്പെടുന്നു. റഷ്യൻ എഞ്ചിനുകളുടെ കരുത്ത് ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അവയുടെ പരിമിതികളെ മറികടക്കാനുള്ള ആധുനിക സങ്കേതങ്ങൾ ഈ എഞ്ചിനുകളിൽ ചൈന നവീകരിച്ചിട്ടുണ്ട്. കൂടുതൽ കരുത്തും ദീർഘദൂര പരിധിയും അതിവേഗത്തിലുള്ള നീക്കവും സാധ്യമാക്കുന്ന ഈ എഞ്ചിനുകൾ J-20 വിമാനങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളുടെ 5ാം തലമുറ വിമാനങ്ങളോട് നേരിട്ട് വെല്ലുവിളിക്കാൻ പ്രാപ്തമാക്കിയിരിക്കുന്നു. റഷ്യയുമായുള്ള തന്ത്രപരമായ സഹകരണത്തിലൂടെ നേടിയ അറിവും ചൈനയുടെ തദ്ദേശീയമായ ഗവേഷണ പാഠവും ചേർന്നപ്പോൾ വിദേശ വിതരണ ശൃംഖലകളെ ആശ്രയിക്കാതെ തന്നെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി അവർ കൈവരിച്ചു. വലിയൊരു യുദ്ധമുണ്ടായാൽ റഷ്യയുടെയും ചൈനയുടെയും ഈ പ്രതിരോധ കൂട്ടുകെട്ടും സാങ്കേതിക സ്വയം പര്യാപ്തതയും ആഗോള രാഷ്ട്രീയത്തിൽ അവർക്ക് വ്യക്തമായ മേൽക്കൈ നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. J-20 വെറും ഒരു അതിവേഗ യുദ്ധവിമാനമല്ല, മറിച്ച് ശത്രുവിന്റെ കണ്ണുകളെ അന്ധമാക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഒരു പവർ ഹൗസ് ആണ്. ഇതിന്റെ ഡിസൈനിലുള്ള സവിശേഷമായ സ്റ്റെൽത്ത് കോട്ടിങ്ങും ആകൃതിയും റഡാർ തരംഗങ്ങളെ ചിതറിച്ചു കളയുന്നതിലൂടെ റഡാറുകളുടെ കണ്ണു വെട്ടിക്കാൻ ഈ വിമാനത്തെ പ്രാപ്തമാക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള AESA റഡാറുകളും നൂതന ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകളും ഇതിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. ഇത് യുദ്ധഭൂമിയിലെ വിവരങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ വിശകലനം ചെയ്യാനും മറ്റ് വിമാനങ്ങളുമായും കൺട്രോൾ റൂമുമായും പങ്കുവയ്ക്കാനും സഹായിക്കുന്നു. ശത്രുവിനെ ആദ്യം കാണുക, ആദ്യം തകർക്കുക എന്ന നയമാണ് J-20 പിന്തുടരുന്നത്. ശത്രു വിമാനങ്ങൾ തിരിച്ചറിയുന്നതിന് മുൻപേ അവയെ കണ്ടെത്തി നൂതനമായ ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാനുള്ള ശേഷി ഇതിനുണ്ട്. മാത്രമല്ല ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനം കൂടി സജ്ജമായതോടെ J-20യുടെ ദൂരപരിധി വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് ചൈനയുടെ അതിർത്തികൾക്കപ്പുറം കിലോമീറ്ററോളം ആഴത്തിൽ ചെന്ന് മിന്നൽ ആക്രമണങ്ങൾ നടത്താൻ വിമാനങ്ങളെ സജ്ജമാക്കുന്നു. ഒരു വൻ യുദ്ധമുണ്ടായാൽ ശത്രുവിന്റെ പ്രതിരോധ നിരയെ പിളർത്താൻ ചൈന ഉപയോഗിക്കുന്ന പ്രധാന ആയുധം J-20 ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. റഷ്യൻ ഡിസൈനുകളുടെ പാരമ്പര്യവും ചൈനയുടെ ഡിജിറ്റൽ സാങ്കേതികതയും ചേർന്ന ഈ വിമാനം ഏഷ്യൻ ആകാശത്തെ അജേയമായ പോരാളിയായി മാറിക്കഴിഞ്ഞു. പീപ്പിൾസ് ലിബറേഷൻ ആർമി വ്യോമസേന ഇന്ന് തങ്ങളുടെ J-20 വിമാനങ്ങളെ തന്ത്രപ്രധാനമായ പുതിയ താവളങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നു. തായ്വാൻ കടലിടുക്കിലും തെക്കൻ ചൈന കടലിലും നടക്കുന്ന ചൈനയുടെ നിരന്തരമായ പെട്രോളിങ്ങുകളിൽ J-20 ഇന്ന് പ്രധാന പങ്കുവഹിക്കുന്നു. തർക്കജലാശയങ്ങൾക്ക് സമീപം ആധിപത്യം ഉറപ്പിക്കാനും തായ്വാന് ചുറ്റുമുള്ള വ്യോമതിർത്തി നിയന്ത്രിക്കാനും ചൈന ഈ വിമാനങ്ങളെ ഉപയോഗിക്കുന്നു. ഇത് ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളെയും അവരുടെ സഖ്യകക്ഷികളെ അമേരിക്കയും വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നു. ഏഷ്യ പസഫിക് മേഖലയിൽ നിലനിന്നിരുന്ന വ്യോമായുധ സന്തുലിതാവസ്ഥ J-20യുടെ വരവോടെ തകർന്നിരിക്കുകയാണ്. ചൈനയുടെ ഈ ദ്രുതഗതിയിലുള്ള വികസനത്തിന്റെ മറുപടിയായി ജപ്പാനും ദക്ഷിണ കൊറിയയും അമേരിക്കയിൽ നിന്ന് കൂടുതൽ F-35 വിമാനങ്ങൾ വാങ്ങുകയും തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അമേരിക്കയാകട്ടെ തങ്ങളുടെ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. J-20 നൽകുന്ന ഭീഷണി നേരിടാൻ നിലവിലുള്ള എല്ലാ പ്രതിരോധ പ്ലാനുകളും മാറ്റിയെഴുതാൻ പ്രാദേശിക സൈന്യങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു പുതിയ സ്റ്റെൽത്ത് ആയുധ പന്തയത്തിന് ഇൻഡോ പസഫിക് മേഖല സാക്ഷ്യം വഹിക്കുകയാണെന്ന് വിദഗ്ധർ അലാറം മണിമുഴക്കുന്നു. J-20 പ്രോഗ്രാം ചൈനയ്ക്ക് നൽകുന്നത് കേവലം ഒരു പ്രതിരോധ കവചമല്ല, മറിച്ച് ശത്രുക്കളെ അവരുടെ താവളത്തിൽ ചെന്ന് തകർക്കാനുള്ള ആക്രമണ ശേഷിയാണ്. ലോകം പ്രതീക്ഷിക്കാത്ത വേഗതയിൽ ചൈന ആകാശത്ത് ഒരു വൻമതിൽ പടുത്തുയർത്തുകയാണ്. സാങ്കേതിക മികവും വൻതോതിലുള്ള ഉൽപാദനവും ഒത്തുചേരുമ്പോൾ J-20 സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഇൻഡോ പസഫിക്കിലെ വ്യോമാധിപത്യത്തിന്റെ പുതിയ നിർവചനമായി മാറുകയാണ്.
ഈ വിപ്ലവം വരാനിരിക്കുന്ന വലിയ സൈനിക നീക്കങ്ങളുടെ സൂചനയാണോ അതോ ചൈനയുടെ പ്രതിരോധ മുൻകരുതൽ മാത്രമാണോ എന്ന് കാത്തിരുന്നു കാണേണ്ടതാണ്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ആകാശം കീഴടക്കുന്ന ഈ പുതിയ യുഗം പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായമായിരിക്കും.